ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മൈസൂരിട്ടൊന്ന് പോകാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പ്ലാനാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ വീട് അവിടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ താത്താക്ക് വേണ്ടിയിട്ട് നമ്മൾ ചക്കയും മാങ്ങയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നേ. ദോശയൊക്കെ ചുട്ട് എന്നല്ലാതെ കഴിച്ചിട്ടൊന്നുമില്ല. നേരെ നമ്മൾ ചക്ക ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നല്ല മൂത്ത ചക്ക നോക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചക്കയും അതുപോലെ ചെറി പോയിട്ട് നമ്മളെ തറവാട്ടിൽ നിന്ന് അവിടുത്തെ മാങ്ങയൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ കവറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോഴേക്കും കേട് വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഒന്ന് കവറിൽ നിന്ന് മാറ്റിയിട്ട് പേപ്പറിൽ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഓരോ ഭാഗത്തേക്കാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറുതായിട്ട് പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഓവർ പൈപ്പായിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഒരു മാങ്ങ നമ്മളൊന്ന് ചെത്തി നോക്കിയേ. സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് മാങ്ങയാണ് കേട്ടോ ഒന്ന് രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ചക്കയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചെറിയ ചോറ് കൊണ്ടുപോകേണ്ട ദിവസമാണ്. കാരണം കടയൊക്കെ ഹോട്ടലൊക്കെ ഇന്ന് അവധിയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ചിരങ്ങ താളിപ്പുണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഉള്ളിപ്പേരിയും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കോഴിമുട്ട മീനും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വേഗത ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നേരെ ഉള്ളി ചേർത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങോട്ട് ഉള്ളി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതലേ നമുക്ക് ഓട്ടത്തിലായിരുന്നു. പിന്നെ എനിക്ക് ഇത് പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് വേഗം എൻ്റെ വീട്ടിലിട്ടൊന്ന് പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇഷുവിനെ മുടി വെട്ടിപ്പിക്കാനുണ്ട്. അങ്ങനെ ഓരോരോ പണികളാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ വേഗം ചെറിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സിൽ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കറിയായിട്ട് താളിപ്പാണ് കേട്ടോ. കറി മാത്രം കൊണ്ടുപോയാലും ചെറിയ കഴിക്കും കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിനാണ് ഞാൻ എന്തെങ്കിലും ഉപ്പേരിയോ മീനോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. ഇന്നാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പോയി വന്നിട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ളിപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാഷിംഗ് മെഷീനിൽ രാവിലെ തന്നെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് തോനെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അതവിടുന്ന് അലക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ചെറിയ നെയ്നൂനും കൊണ്ട് കുറച്ച് നേരം വിഘ്നിട്ടോ കടയിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നെയ്നൂന് അങ്കലവാടിയിലാക്കിയിട്ട് ചെറിയ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എന്താ വേഗം പണികളൊക്കെ പെട്ടെന്ന് തീർക്കുന്നുണ്ട് കേട്ടോ. അടിച്ചു വാരലും തുടക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് നമുക്ക് സ്വയം എന്തായാലും തീരുമില്ലല്ലോ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അതേപോലെ തന്നെ മുന്നോട്ടും വേണം. നിങ്ങളുടെ പ്രാർത്ഥനയും വേണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സത്യം പറഞ്ഞാൽ 10-10:30 ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പം ഞാൻ അതൊക്കെ കഴിച്ച പാത്രങ്ങളും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേക്ക് വെച്ചു. പിന്നെ കിച്ചണൊന്ന് ക്ലീനാക്കി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നേരെ നമ്മൾ പോയിട്ടുള്ളത് വീട്ടിലേക്കാണ് കേട്ടോ. വീട്ടിൽ പോണതിന് മുമ്പ് നമ്മൾ മുക്കത്ത് പോയിട്ട് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ ഉണ്ടായിരുന്നു. ചെരുപ്പ് തുന്നിക്കാണ്ട് അങ്ങനെ ഓരോ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇതാ ഉമ്മാൻ്റെ വക നല്ല മാംഗോ ജ്യൂസ് ഉണ്ട്. പിന്നെ ചക്കക്കുരും മുരിങ്ങക്കായൊക്കെ ഇട്ട് വെച്ച കറിയും അതുപോലെ ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നെയ്നൂന് അങ്കലവാടി വിടുന്നതിന് മുമ്പ് വീട്ടിലെത്തണേ. അങ്ങനെ നമ്മൾ പയമ്പറമ്പ് എത്തിയപ്പോൾ നല്ല പോലെ ദാഹം ഉണ്ടായിരുന്നു. അപ്പം ഇഷുവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവനക്കൊരു ജ്യൂസൊക്കെ വാങ്ങി കൊടുത്തേ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം എന്തായാലും വൈകുന്നേരം ചായക്ക് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പഴം ഉണ്ടായിരുന്നു. അതൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നെയ്യൊക്കെ ഇട്ടിട്ട് തേങ്ങയും പഞ്ചസാരയും പായും ഒക്കെ മിക്സ് ചെയ്ത് നല്ല ഒരു എന്താ പറയുക പഴം വരട്ടിയതുണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വീട്ടിലുണ്ടാവണം കേട്ടോ. എന്നാലാണ് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒന്നുമില്ലാത്ത ദിവസം എന്തെങ്കിലും ഇതുപോലെ തട്ടിക്കൂട്ടാൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ പഴത്തിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതാ ഫ്രണ്ടൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ എന്താ പറയുക വരട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുമിച്ച് ഇരുന്നിട്ട് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.